നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രാജസ്ഥാനിൽ നടന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശത്തിന് നമ്മുടെ രാജ്യത്ത് എന്ത് വിലയാണുള്ളത്? ഒരു വീഡിയോ പങ്കുവച്ചതിന്റെ പേരിൽ ഒരാളെ പ്രിവെന്റീവ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് കസ്റ്റഡി മർദ്ദനത്തിന് വിധേയനാക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ നമ്മുടെ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നവീൻ ചൗധരി എന്ന വ്യക്തിയുടെ അനുഭവം നമുക്കൊന്ന് നോക്കാം. രാജസ്ഥാനിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. നവീൻ ചൗധരി എന്ന വ്യക്തിയെ രാജസ്ഥാൻ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. എന്തിനായിരുന്നു? അദ്ദേഹം RSSന്റെ ഒരു പരിശീലന പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ആ വീഡിയോയിൽ കുട്ടികൾക്ക് ആയുധ പരിശീലനം നൽകുന്നതായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വിമർശനാത്മകമായിട്ടാണ് നവീൻ അവതരിപ്പിച്ചത്. ഇതിന്റെ പേരിൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ആരോപിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് ഈ പ്രിവെന്റീവ് കസ്റ്റഡി? നിയമപരമായി ക്രമസമാധാന പാലനത്തിന് പോലീസിന് ചില അധികാരങ്ങളുണ്ട്. എന്നാൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒരാളെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നത് എന്ത് തരം നീതിയാണ്? നവീൻ ചൗധരി പറയുന്നതനുസരിച്ച് പോലീസ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. കസ്റ്റഡിയിൽ വെച്ച് പോലീസ് അടിച്ചുവെന്നും പരിക്കേറ്റുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ പോലീസ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കേസുകളിൽ സാധാരണയായി കേൾക്കാറുള്ള അതേ മറുപടി തന്നെയാണിത്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: RSSനെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമോ അതോ ക്രമസമാധാന പ്രശ്നമോ ആകുന്നത് എങ്ങനെയാണ്? വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അത് വിമർശനത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ? ജനാധിപത്യത്തിൽ ഒരു സംഘടനയെ വിമർശിക്കാൻ പൗരന് അവകാശമുണ്ട്. എന്നാൽ ആ വിമർശനം ഒരു വീഡിയോ രൂപത്തിലായപ്പോൾ അത് പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ മാത്രം പ്രകോപനപരമായി എന്ന് പറയുന്നത് വിചിത്രമാണ്. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായി കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നു എന്ന റിപ്പോർട്ടുകൾ പല അന്താരാഷ്ട്ര ഏജൻസികളും ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട്. ഭരണകൂടത്തിന്റെയോ ചില പ്രത്യേക സംഘടനകളുടെയോ താൽപ്പര്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ഇത്തരം പ്രിവെന്റീവ് നടപടികൾ എടുക്കുന്നത് ഒരു സ്ഥിരം രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ? നവീൻ ചൗധരിയുടെ സംഭവം വ്യക്തമാക്കുന്നത് നമ്മൾ ഏതുതരം ഭരണകൂടത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ്. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ഒരാളെ മർദ്ദിക്കുക എന്നത് തീർച്ചും അപലപനീയമാണ്. പോലീസ് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണം. കസ്റ്റഡി മർദ്ദനം നടന്നോ എന്ന് പരിശോധിക്കണം. നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നതിന് ശിക്ഷ ലഭിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ആ വീഡിയോയിൽ നവീൻ പറയുന്നത് ഒരു കാര്യമാണ്. ഒരു സൈഡിൽ RSS കുട്ടികളെ ആയുധ പരിശീലനം നടത്തുന്ന വീഡിയോ കാണാം. അവിടെ RSSന്റെ ശാഖ നടക്കുകയാണ്. ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. തൊട്ടിപ്പുറത്ത് ഒരു ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ കുട്ടികൾ ബാസ്കറ്റ്ബോളും വോളിബോളും കളിക്കുന്നു. നവീൻ പറയുന്നത് ഇതാണ്: ഒരു സൈഡിൽ കുട്ടികൾ നാളത്തെ ഭാവിക്ക് വേണ്ടി, നാളത്തെ ഇന്ത്യക്ക് വേണ്ടി അവിടെ പരിശീലനം നടത്തുകയാണ്. അവർ നാളെ ഇന്ത്യയുടെ യശസ് ഉയർത്താൻ ശ്രമിക്കുകയാണ്. മറുവശത്താകട്ടെ കുട്ടികൾക്ക് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഓരോന്ന് പഠിപ്പിക്കുകയാണ്. മറ്റുള്ള മതക്കാരെ വെറുക്കാനായാണ് ഇവർ അവരെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആയുധ പരിശീലനവുമാണ് അവർ നൽകുന്നത്. ഇതാണ് നവീൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. ഇതാണ് RSSനെയും RSSന് അടിമപ്പെട്ട് നിൽക്കുന്ന ഭരണകൂടത്തിനെയും ചൊടിപ്പിച്ചത്. ഇതിൻ്റെ പേരിലാണ് നവീനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഓർക്കുക, RSS എന്നത് ഇന്ത്യയിൽ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടനയാണ്. അതിൻ്റെ പേരിൽ കർണാടക ആഭ്യന്തരമന്ത്രിയും RSSും തമ്മിലുള്ള പോര് ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് RSS രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ച അദ്ദേഹത്തിന് മറുപടിയായി ഒരു ദളിതനായ മന്ത്രി എന്തിനാണ് RSSന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നാണ് BJPയുടെ ആളുകൾ പറയുന്നത്.